മഴ എങ്ങനെയുണ്ട് രാവിലെ? കർക്കിടകത്തിൽ മഴ പെയ്തില്ലെന്ന പരാതി എല്ലാവർക്കും തീർന്നില്ലേ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഏതായാലും അവധി പ്രഖ്യാപിച്ചത് നന്നായി. സാധാരണ അവധി പ്രഖ്യാപിച്ച പിന്നെ മഴ തിരിഞ്ഞു നോക്കാറില്ലാത്തതാണ്. പക്ഷെ ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. നല്ല മഴയത്ത് ഇവിടെ അളിയൻ്റെ വണ്ടി കഴുക്കാണ് കേട്ടോ. വണ്ടി കഴുകിക്കഴിഞ്ഞ് പണിയാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് സായിക്കുട്ടൻ എണീറ്റ് വന്നത്. എന്നും പാല് മേടിക്കാൻ പോകുന്നതായിരുന്നേ കൂടെ. ഇന്ന് എണീറ്റപ്പോൾ താമസിച്ചു പോയി. ഇപ്പോൾ പാല് മേടിക്കാൻ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ കയറിയിരിക്കുന്നത്. പക്ഷെ പാല് മേടിക്കാൻ രാവിലെ പോയ കാര്യം അറിഞ്ഞില്ലല്ലോ. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇറക്കി വിട്ടിട്ട് പണിയാൻ പോയി. പിന്നെ തകർത്ത് കരച്ചിലായി. ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര കരച്ചിലാണ്. ഒരു തരത്തിൽ ഞാൻ സമാധാനിപ്പിച്ച് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. രണ്ട് കണ്ടും നിറഞ്ഞൊഴുകി ഭയങ്കര സങ്കടമായ കൊണ്ടാകാഞ്ഞിട്ട്. പിക്കപ്പിൽ കൊണ്ടുപോയില്ലെന്നാണ് ഈ പറഞ്ഞത്. രാവിലെയും വൈകിട്ടും സായിക്കുട്ടൻ മുടങ്ങാതെ സന്തോഷത്തോടെ വീഴുന്ന ഒരു കാര്യമാണ് കേട്ടോ പല്ലുതേ. ഞാൻ മറന്നുപോയാൽ അവൻ എന്നെ ഓർമ്മിപ്പിക്കുവേ. ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോഴേക്കും നമ്മുടെ വാവുച്ചി എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹമാണ്. എണീറ്റ് വരുമ്പോഴേ ഉള്ള സ്നേഹം ഇതെന്നും ഉള്ളതാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴാണ് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കഴിക്കാൻ കൊടുക്കുന്നതാണ്. അതാണ് എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വാവച്ചിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. സായിക്കുട്ടനെയും കുളിപ്പിച്ചു. വാവച്ചി ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി. സായിക്കുട്ടൻ നിക്കറിടാൻ ഭയങ്കര മടിയാണേ. അതുകൊണ്ട് വാവച്ചി നിക്കറ് കൊണ്ട് കൊടുക്കും ഇടറാന്ന് പറഞ്ഞു. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. വാവച്ചീനെ ഏതായാലും ഉറക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ മീനിരിപ്പുണ്ട്, കപ്പയും വഹിക്കണം. വാവച്ചി എണീക്കുന്നതിന് മുമ്പ് ഉള്ള ടാസ്ക്കാണത്. കപ്പ ഏതായാലും അച്ഛൻ ഞുറുക്കി തന്നിട്ടുണ്ട്. ബാക്കി പരിപാടിയെല്ലാം നമ്മൾ നോക്കണേ. പിന്നെ മീനിൻ്റെ മണം അടിച്ച് തേണ്ടേ അപ്പുക്കുട്ടൻ വന്ന് നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പുക്കുട്ടൻ വന്നത് കണ്ടുകൊണ്ട് സായിക്കുട്ടനോട് വന്നിട്ടുണ്ട്. അപ്പം കൊടുക്കാനും പരിപാടിയാണ്. പക്ഷെ സായിക്കുട്ടനെ അത്ര ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടെ പുറകെ പോയതുകൊണ്ട് ചേട്ടായി പോയി പിടിച്ചോണ്ട് വന്നാണേ. കറണ്ട് ഏതായാലും ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നുണ്ട്. മഴയല്ലേ, എപ്പോഴും കറണ്ട് പോക്കാണ് ഇവിടെ. അതുകൊണ്ട് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇവിടെ കറിവയാണ്. അപ്പം മീൻകറി ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ മുളകിട്ടിട്ടുണ്ട്. ഇളക്കാൻ നേരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുടംപുളി ഇട്ട് വെച്ച് നല്ല സൂപ്പർ വാളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂടെ കഴിക്കാനുള്ള കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത മീൻകറി മാത്രമുള്ളേ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഇച്ചിരി പരിപ്പും തക്കാളി ഇരിപ്പുണ്ട്. അത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കുറച്ച് മുരിങ്ങയില, മഴ തോന്നുന്ന സമയത്ത് ഞാൻ മുരിങ്ങയില പറിക്കാൻ ഇറങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ പിന്നെ മക്കൾ കഴിച്ചോളും. അല്ലാതെ മുരിങ്ങയില തോരനോ അങ്ങനെ വേറെ കറി വെച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടമല്ല. ഇതാകുമ്പോൾ അതിൻ്റെ അകത്തിട്ട് കഴിച്ചോളും. അപ്പോൾ അതിട്ട പരിപ്പും തക്കാളിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. സായുവിനെ ഉറക്കാൻ വേണ്ടി തൊട്ടി കിടത്തിയപ്പോൾ ദേ വാവച്ചിക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞ് ഊഞ്ഞാലി വന്നിരുന്ന് ഭയങ്കര ബഹളമാണ് ചേട്ടനും അനിയത്തിയും കൂടെ. അതുകൊണ്ട് സായുവിന് ഉറങ്ങാൻ ഭയങ്കര മടിയാണ്. ലാസ്റ്റ് വാവച്ച് തന്നെ വരേണ്ട വന്നു കേട്ടോ സായുവിനെ ഉറക്കാൻ. അപ്പം ഞങ്ങളെ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ബൈ ബൈ, സി യു.